തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയപ്പെട്ടവരെ, ഒരാൾ ഒരിടത്ത് നിധിയുണ്ടെന്നറിഞ്ഞ് അവിടെ കുഴിക്കാൻ ആരംഭിച്ചു. ഏതാനും അടികൾ കുഴിച്ചു കഴിഞ്ഞു, ഒന്നും കണ്ടെത്തിയില്ല. 8 അടി കുഴിച്ചപ്പോൾ ഒന്നും കണ്ടെത്താതെ അദ്ദേഹം പ്രയത്നം ഉപേക്ഷിച്ച് വീട്ടിലേക്ക് മടങ്ങി. വർഷങ്ങൾ കഴിഞ്ഞ് മറ്റൊരാൾ അതിലേ കടന്നു വന്നു. അയാളും അറിഞ്ഞു ആ പ്രദേശത്ത് നിധിയുണ്ടെന്ന്. ഈ മനുഷ്യൻ ഉപേക്ഷിച്ച കുഴിയിലിറങ്ങി ആ മനുഷ്യൻ 1 അടി കുഴിച്ചു കഴിഞ്ഞപ്പോൾ നിധി കണ്ടെത്തുകയാണ്. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ കണ്ടു നിന്നിരുന്നവരെല്ലാവരും പറഞ്ഞു, കണ്ടോ, 8 അടി കുഴിച്ച ആ മനുഷ്യന് 1 അടി കൂടി കുഴിച്ചിരുന്നെങ്കിൽ നിധി സ്വന്തമാക്കാമായിരുന്നില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലപ്പോഴും നമുക്കും അങ്ങനെയാണ്. നമ്മളും നമ്മുടെ പ്രയത്നങ്ങൾ പാതി വഴി ഉപേക്ഷിച്ച് മടങ്ങുന്നവരാണ്. ആത്മീയതയിലും ഭൗതികതയിലും സ്ഥിരമായ അധ്വാനം അത്യാവശ്യമാണ്. കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞോടുന്നവന് സ്വർഗരാജ്യം ലഭിക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞത് ഇവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ഒരു ചിന്തയിലേക്ക് കൂടെയാണ്. സ്ഥിരമായി ഉത്സാഹത്തോടെ അധ്വാനിക്കുക എന്നുള്ള ചിന്തയിലേക്ക്. അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും എന്ന വചനവും നമ്മളെ ഇന്ന് പ്രചോദിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ നമ്മൾ തുടങ്ങിവെച്ച അധ്വാനങ്ങൾ ആത്മീയതയിലാണെങ്കിലും ഭൗതികതയിലാണെങ്കിലും നമ്മൾ തുടങ്ങിവെച്ച അധ്വാനങ്ങൾ ലക്ഷ്യം കണ്ടെത്തുന്നവരെ തുടരുന്നതാവാൻ പ്രചോദനമാകട്ടെ ഇന്നത്തെ നമ്മുടെ നുറുങ്ങുവെട്ടം.